ചില കണ്ട കാര്യങ്ങൾ പറയാൻ ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ മൂവിയുടെ ടീമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഇതിന്റെ കഥ ഉണ്ടാകുന്നതിന് ആദ്യം യൂസഫ് അലിയോടാണ് നന്ദി പറയേണ്ടത്. ലുലു മോളിൽ ഞങ്ങൾ ഇരുന്ന് ഉള്ള ഒരു ദിവസത്തെ ഒരു ചർച്ചയിലുണ്ടായി വരുന്നൊരു കഥ. ഇന്ദ്രന്റെ നായികയല്ല, സിനിമയിലെ കഥയുടെ നായികയാണ്. കഥയിലെ നായികനെ കണ്ടെത്തി, പക്ഷെ കഥ കൊണ്ടുപോകുന്ന ആളാണ് സൂര്യ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണോ? നായികയാണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പറഞ്ഞു നായികയാണെന്ന് പറഞ്ഞ് ഫ്ലാഷ് ചെയ്തൊരു വ്യക്തിയാണ്. അനുപരം ഡയറക്ഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2 പടത്തിൽ ഞാനായിരുന്നു ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തത്. ഷൂട്ട് ഒരു 3 ദിവസം മുമ്പാണ് പറയുന്നത് പടം തുടങ്ങുന്നത് മറ്റന്നാളാണ്, നീ വാ എന്ന് പറയും. കഥ പോലും അറിയില്ല. എനിക്ക് എന്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്ന്, മുടി ഇങ്ങനെയാണ്, അപ്പൊ എന്നെ എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ആളുകൾ പറയുന്ന റീസൺസിൽ വാലിഡ് റീസൺസ് ആണ്. നേരത്തെ ആര്യ ബഡായി ചെയ്യാനിരുന്ന ക്യാരക്ടർ ആയിരുന്നു, അതിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഹീറോയിൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ത്രില്ലായിരുന്നു. സുരഭി ഇതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് സിനിമകൾ കിട്ടുന്നു. മനസ്സിലായില്ല. വളരെ കഷ്ടപ്പെട്ട് ഞാൻ സുഹൃത്തായതുകൊണ്ട് എന്നെ ഒരാളതിൽ കാസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത്ര എഫേർട്ട് നിങ്ങൾ എടുക്കണ്ട. ഇപ്പൊ ഞാനും വരുംചേട്ടൻ അടി ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരുംചേട്ടൻ മിണ്ടിയില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറയില്ല. പ്രിയദർശൻ സാറ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം തന്ന അഡ്വൈസ് എന്തായിരുന്നു? നിങ്ങളൊക്കെ വലുതായി വന്നാലല്ലേ എനിക്ക് പറയാമല്ലോ എന്റെ ശിഷ്യനാണെന്ന്. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ള സിനിമയെ പറ്റി? ഒരു ബിക്കിനി സീനോ കുളി സീനോ ഒന്നും ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനില്ല. നീ ശരിക്കുള്ളതേ ഇപ്പൊ കാണും. ഹായ്, ഹലോ, നമസ്കാരം. ചില കണ്ട കാര്യങ്ങൾ പറയാൻ ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ മൂവിയുടെ ടീമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. സാധാരണ സിനിമകൾ എന്താണ് പറഞ്ഞു വെക്കുന്നത് ടീച്ചറിനൊക്കെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഈ സിനിമയുടെ ടീച്ചർ നോക്കുമ്പോൾ ഭയങ്കര കോമഡി, പക്ഷെ ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് പക്ക ഒരു ത്രില്ലർ കാറ്റഗറി ആയിട്ട് പോയി. ശരിക്കും ഈ മൂവിനെ പറ്റി ഡയറക്ടർ എന്നല്ല എന്താണ് പറയാനുള്ളത്? ബേസിക്കലി ഒരു ത്രില്ലർ മൂവിയാണ്. അതായത് ഇതിലെ നായകൻ പുള്ളി ഒരു സാധാരണക്കാരൻ, വളരെ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറാണ്. ഇന്ദ്രേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഇന്ദ്രജിത്ത് ജോക്കുട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരൻ. പുള്ളി ഒരു അസാധാരണ സംഭവത്തിന് സാക്ഷിയാവും. ഈ കാര്യം പറയാനായിട്ട് പുള്ളി ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും, പക്ഷേ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ വേറെ പല കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. കുറച്ച് സീരിയസ് ആയ സബ്ജക്റ്റാണ്. അത് ഒരു ത്രില്ലർ മൂവിയാണ്. പക്ഷേ ഇത് നമ്മൾ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി ഹ്യൂമറാണ്. അപ്പോൾ ഒരുപാട് ഹ്യൂമർ സീനുകളുണ്ട്. പക്ഷെ അത് ഈ കഥയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, ഈ കഥ പോയിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. അതായത് വളരെ സീരിയസ് ആയ മൊമെൻറ്റിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര കോമഡി ആയിരിക്കും, മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ. ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ നല്ല പ്രശ്നത്തിലാണ്, പക്ഷേ അതിൽ പല പ്രശ്നങ്ങളും നമുക്ക് കാണുമ്പോൾ ചിരി വരും. കാരണം ഈ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം പറയാൻ പോകുമ്പോൾ വേറൊരാളൊന്നും അത് പറഞ്ഞ് വേറൊരു രീതിയിൽ കുളവാക്കും. ഇങ്ങനെ പക്ഷെ അതെല്ലാം ഈ നായകനെ കൂടുതൽ പ്രശ്നത്തിൽ പെടുത്തുകയാണ്. അപ്പോൾ ഒരു ത്രില്ലർ മൂവിയാണ്, സീരിയസോടാണ്, പക്ഷേ ഒപ്പം കോമഡി ആ ട്രാക്കിലാണ് പോയിരിക്കുന്നത് മുഴുവൻ. ഓക്കെ, ഈ ഒരു സിനിമ അതും സാറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു തരത്തിലും കൂടെ കോമഡി പ്ലസ് ത്രില്ലർ എന്നൊരു കാറ്റഗറിയിലോട്ട് ഈ ഒരു സിനിമ മാറ്റാമെന്നൊരു ചിന്ത, അതോ റിയൽ ലൈഫിൽ നിന്ന് ആരെങ്കിലും കണ്ടുപരിചയതാണ്? എങ്ങനെയാണ് ഈ ഒരു കഥ ഉണ്ടായത്? അതേപറ്റി കഥ ഉണ്ടായതിന് ഞാൻ ഇതിൻ്റെ റൈറ്റർ അരുൺ കരിമുട്ടം, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ആക്ച്വലി ബേസിൽ ജോസഫിൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമുണ്ട്, പ്രിയമത കാതരയാണോ എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ റൈറ്ററായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പല ചർച്ചകളും സ്ക്രിപ്റ്റ് ഡിസ്കഷനായിട്ട് ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ കഥ ഉണ്ടാകുന്നതിന് ആദ്യം യൂസഫ് അലിയോടാണ് നന്ദി പറയേണ്ടത്. ലുലു മോളിൽ ഞങ്ങൾ ഇരുന്ന് ഉള്ള ഒരു ദിവസത്തെ ഒരു ചർച്ചയിലുണ്ടായി വരുന്നൊരു കഥയാണ്. അപ്പോൾ ആദ്യം മുതലേ ഉള്ള കഥയിൽ ഇതാണ്. അതായത് ഒരാളൊരു സംഭവം കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ കണ്ട ആരിൽ നിന്നുമല്ല, ചർച്ചയിലുണ്ടായി വന്ന കഥയാണ്. പക്ഷേ തുടക്കം മുതലേ ഞങ്ങൾ തീരുമാനിച്ചു ഇത് ഒരു കോമഡിയിൽ തന്നെ പോകണമെന്ന്. കാരണം സീരിയസ് ആയിട്ട് ഇതിനെ പറയാം, പക്ഷേ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വലിയൊരു വിഭാഗം എൻജോയ് ചെയ്യാനാണ് പോകുന്നത്, എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അതിനുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആൾക്കാരെ ഒരു കഥ പറഞ്ഞ് രസിപ്പിക്കുക, അത് അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം മറീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നിരിക്കുന്ന സിനിമ കുറച്ച് മുമ്പാണെങ്കിൽ വയസ്സെത്രയാണെങ്കിലും ഒരു വൈഫ്, ഇതിലൊരു വൈഫ് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വന്നതും വൈഫാണെന്ന് എങ്ങനെ മനസ്സിലായത്? അതിലൊരു പോസ്റ്ററിൻ്റെ അകത്ത് അല്ല ടീച്ചറിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിന് അടുത്ത് നിൽക്കുന്ന സീനുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്.
അല്ല ഞാനൊരു വൈഫ് ക്യാരക്ടർ അല്ല അല്ല ഡിഫറെന്റ് ക്യാരക്ടറാണ്. കാരണം ലുക്ക് വൈസ് ഒക്കെ വേറെ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് വയസ്സ് എത്രയായി കണ്ടിട്ടുണ്ടെങ്കിൽ അതും വേറൊരു സംഭവമാണല്ലോ. അത് കുറേ മുടിയൊക്കെ ആയിട്ട് ഒരു ആശ്രമത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതെങ്കിലും ഈ സിനിമ കാണുമ്പോൾ മാത്രമേ അതിന്റെ ഒരു രണ്ട് അന്തരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സിനിമയിലെ നായകൻ ഇന്ദ്രേട്ടനാണ്. ഇന്ദ്രേട്ടന്റെ നായികയല്ല, സിനിമയിലെ കഥയുടെ നായികയാണ്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ സിനിമയിൽ നായികയാവുന്നത്. സത്യം പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദിവസം വന്നപ്പോഴാണ് അതിലൊരു ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ വേറെ ഇല്ലാന്നും, അപ്പം ഒബ്വിയസ്ലി താങ്കൾ തന്നെയാണ് നായിക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നായികയായതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എത്തിയിട്ടായതല്ല, മെറീനയ്ക്ക് അറിയില്ലായിരുന്നു നായികയാണ്. ഹീറോയുടെ ഹീറോയിൻ അല്ല, കഥയിലെ നായിക. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും പുറത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അതെങ്ങനെ ഫ്രെയിം ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനെ ആ ക്യാരക്ടറിനെ ഞാൻ എങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രേസ് അതാണ്. അതായത് കഥയിലെ നായികയാണ്. അത് നായികന്റെ നായികയല്ല, കഥയുടെ നായികയാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കൂട്ടുകെട്ടും പറയണമല്ലോ. ഇപ്പൊ അനൂപ് മേനോൻ ഇതിൽ ഈ ചിത്രത്തിലെ കഥാപാത്രം ഉണ്ട്. അപ്പോൾ മുമ്പ് രണ്ടുപേരും ഒരേപോലെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ ഒക്കെ വന്നത്? ഇപ്പൊ മത്തായിച്ചൻ പോലെയാണ്, കമ്പനി ആർട്ടിസ്റ്റുകളാണ്. അനുപേട്ടൻ ഡയറക്ഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2 പടത്തിൽ ഞാനായിരുന്നു ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ബന്ധമുണ്ട്. ഞാൻ ഡോൾഫിൻ ബാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഇതേപോലെ ചീഫ് അസോസിയേറ്റ് ആണ് അനുപേട്ടൻ എഴുതിയത്. അപ്പം അന്ന് മുതലേ ഉള്ള ഒരു കോൺടാക്റ്റാണ്. അപ്പോൾ ഈ പുള്ളിയുടെ സിനിമകളിൽ പുള്ളി സിനിമ തുടങ്ങുമ്പം ഒരു ഷൂട്ടിൻ്റെ ഇപ്പോൾ പത്മ എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്തപ്പോൾ ഷൂട്ടിന് ഒരു 3 ദിവസം മുമ്പാണ് പറയുന്നത്, എടാ ഒരു പടം തുടങ്ങുന്നത് മറ്റന്നാളാണ്, നീ വാ എന്ന് പറയും. കഥ പോലും അറിയില്ല, പക്ഷെ അത് ആ ഒരു ബന്ധം. അപ്പോൾ അവിടെ ചെന്ന് ഇതേപോലെ ഇപ്പോൾ അതിൽ മെറീനയുണ്ട്. മെറീന ഇതുപോലെയാണ്, പടം തുടങ്ങിയപ്പോൾ അങ്ങനെ ക്യാരക്ടറൊന്നുമില്ല. അങ്ങനെ അതൊരു ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സമയം ഇങ്ങനെ ഒരു ക്യാരക്ടർ ആര് വേണം. അപ്പോൾ ഉടനെ ക്യാമറമാൻ മഹാദേവൻ തമ്പിയുണ്ട്. അപ്പോൾ തമ്പി പറയുമ്പോൾ മെറീനെ വിളിക്കും. മെറീനെ വിളിക്കുന്നു, അടുത്ത ദിവസം മെറീനെ വരുന്നു, നേരെ ഷൂട്ട് ചെയ്യുന്നു. അത് വേറൊരു പക്ഷെ എന്നിലേക്ക് അത് വന്നത് ശരിക്കും സുരഭി ചേച്ചിയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പം പിന്നെ മഹാദേവൻ തമ്പി അവിടെ ഉണ്ട്, പുള്ളിക്കാരനും അറിയാം. പിന്നെ ആൾ അഭിനയിച്ചിട്ടുണ്ട് അതില്, അല്ലേ? 2 മൂവിയിലും കണ്ട് ആക്ട് ചെയ്തിട്ടില്ലേ? 2 മൂവിയിലുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലോട്ട് വന്നത്? അല്ല, അത് പത്മയിൽ അഭിനയിച്ചത് പ്ലാൻഡ് അല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു സീൻ വന്നത് ആരഭിനയിക്കും എന്ന് ചോദിച്ചപ്പോൾ അനുപേട്ടൻ ചെയ്താൽ നീ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാൻ എനിക്കെന്താ പ്രശ്നം, അങ്ങനെ കയറി ചെയ്തതാണ്. പക്ഷെ അത് കുറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു സീൻ ഒരുപാട് റീലായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഒരു സുരഭി മലയാളം പഠിപ്പിക്കാൻ വരുന്ന അതിപ്പം ഭയങ്കരമായിട്ട് ട്രോളായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന സമയമല്ലേ? കാരണം റീൽസ് ഒക്കെ ആയിട്ടാണെങ്കിലും വരുന്നുണ്ടല്ലോ. ഇതിനാണോ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ? ഓക്കെ, അപ്പൊ അങ്ങനെയും കൂടെ ശ്രദ്ധിക്കപ്പെടുന്നല്ലേ. അപ്പൊ കഥയിലെ നായികനെ കണ്ടെത്തി, പക്ഷെ കഥ കൊണ്ടുപോകുന്ന ആളാണ് സൂര്യ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണോ ഈ സിനിമയില്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനല്ല, അങ്ങനെ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് മെറീന കഥയിൽ അവിടെ വന്ന് നായികയാണെന്ന് പിന്നെ കഥയിൽ അറിയപ്പെട്ടയാണ്. പക്ഷെ ഞാൻ അതേ കണക്ക് അവിടെ ചെന്ന് നിന്നപ്പോൾ നായികയാണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പറഞ്ഞ് നായികയാണെന്ന് പറഞ്ഞ് ഫ്ലാഷ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ സംഭവം വന്നപ്പം അതൊന്നും എന്റെ പേര് പോലും ഇല്ല. സൂര്യ ആക്ച്വലി ഇന്ദ്രേട്ടന്റെ പേരാണ്, നായകന്റെ പേര്. അങ്ങനെ പക്ഷെ അതിന് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ പറയാൻ പറ്റില്ല. കാരണം സിനിമ കാണുമ്പോൾ അതില് കണ്ട് അതായത് രസിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും പ്രിവ്യൂ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു 1-2 മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ റിവീൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പടം കാണുമ്പോൾ ഓൾറെഡി അറിയാം, അത് ഫീൽ ചെയ്യും. പക്ഷെ ഭയങ്കര ത്രില്ലില്ല. കാരണം ഇത്രയും നല്ലൊരു ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ ഞാനേ ഉള്ള അതിൻ്റെ അകത്തൊരു ന്യൂ ഫേസ് ആയിട്ട്, ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റാണ്. അപ്പൊ അതിലൊന്ന് ജസ്റ്റ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വലിയൊരു സംഭവമാണ്. ഭയങ്കര ത്രില്ലിലാണ്. അതുകൊണ്ട് ഞാൻ ആ മൂവി വെയിറ്റിംഗ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. മൂവി തിയേറ്ററിൽ പോയി കാണാനാണെങ്കിലും ഭയങ്കര വെയിറ്റിംഗിലാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമ വന്നത്? ഇപ്പം കുറേയേറെ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ എങ്ങനെ മോഡലിങ്ങിലൂടെയാണോ സിനിമ ഫീൽഡിലോട്ട് വന്നത്? എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത്? അതും ഈ കഥാപാത്രം വന്നതും പറയണം. ഇത് ഞാൻ പറഞ്ഞില്ല, ആക്സിഡന്റലി വന്നേ എനിക്ക്. കാരണം ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സഞ്ജു അമ്പാടി എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യാൻ വന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വന്ന് പറഞ്ഞു ആ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ആര്യ ബഡായി ചെയ്യാനിരുന്ന ക്യാരക്ടറായിരുന്നു,
അതിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹീറോയിൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാരക്ടർ ചെയ്തു. ഈ ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ വന്നാൽ ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ അതുമായി ചുറ്റപ്പെട്ട് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കോൺസെപ്റ്റിൽ കുറേ സിനിമകൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൽ ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കോമഡി മിക്സ് ചെയ്യുമ്പോഴത്തേനും അത് വേറൊരു ഫീല് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഡയറക്ടറുണ്ട്. എന്താണ് തോന്നുന്നത് അതേപറ്റി? പ്രതീക്ഷ എന്തായാലും ഉണ്ട്. കാരണം എന്താ ഈ കോമഡി ത്രില്ലർ സിനിമകൾ കുറവാണ്. ഒട്ടും ഇല്ലെന്നല്ല, പലരും ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാടില്ല. മാത്രമല്ല പൊതുവേ ത്രില്ലർ സിനിമകളിൽ ഒരു ക്രൈം ഉണ്ടാവും, അവസാനം എന്താ ആര് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിലേക്കാണ് കൂടുതലും. ക്രൈം എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പൊതുവെ. ഇതിൽ അങ്ങനെ ഒരു അന്വേഷണമല്ല. കാരണം ആര് ചെയ്തു എന്നുള്ളതൊന്നും അല്ല ഇതിലെ ഒരു സസ്പെൻസ്. അപ്പം അങ്ങനെ ഒരു സസ്പെൻസും ഇല്ല. ഇത് ഒരു സാധാരണക്കാരൻ, അതായത് ഈ പറയല്ലോ, അതായത് ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടർ വളരെ സാധാരണക്കാരൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും എന്താ ഒരു ധൈര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ അയാൾ അറിയാതെ പലതിലും പെട്ടുപോയാൽ എന്തായിരിക്കും, അപ്പോൾ പിന്നെ അയാൾക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഒരു ടെൻഷൻ പ്രേക്ഷകരിലും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പക്ഷേ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അത് ഹ്യൂമറസ് ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രം. ഇപ്പോൾ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നല്ല നല്ല മൂവീസ്, അതായത് ശ്രദ്ധിക്കപ്പെടുന്ന എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസ് മാത്രമുള്ള സിനിമകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചൂസ് ആയിട്ട് ചെയ്യുന്നതാണോ അതോ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങോട്ട് വരുന്നതാണോ, എങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്? അതായത് അതൊരു എപ്പിസോഡിലൊന്നും തീരും തോന്നില്ല. അതായത് എന്നിലേക്ക് വരുന്ന സിനിമകൾ വളരെ കുറവാണ്. സോ അത് വെരി ഫ്രാങ്ക്. ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫീമെയിൽ ഓറിയന്റഡ് വരുന്നതെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ കുറച്ച് ആൾക്കാരുണ്ട്. അവരിലേക്കാണ് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്സ് പോകുന്നത്. പിന്നീട് വരുന്നത് വളരെ ഓപ്ഷൻസ് വളരെ കുറവാണ്. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്ന്, മുടി ഇങ്ങനെയാണ്, അപ്പൊ എന്നെ എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ആളുകൾ പറയുന്ന റീസൺസിൽ വാലിഡ് റീസൺസ് ആണ്. പിന്നെ ചിലപ്പോൾ എൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് വളരെ ബോൾഡ് ആയതുകൊണ്ട് ഒരു തനിനാടൻ അയ്യോ പാവം ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ കഷ്ടപ്പെടണം പാവമായിട്ട് അഭിനയിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വന്നിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആഡഡ് അഡ്വാൻറ്റേജ് പോലെ സീനുകൾ ഉണ്ടാവുമല്ലോ. ഹാപ്പി വെഡിങ്ങിലെ സീന്, പത്മയിലെ സീന്, ഇതൊക്കെ കുറച്ച് ഡിഫറെന്റ് സീനുകളിലാണ് എന്നിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ ചിലര് വൈറൽ ആവുന്നത് കൊണ്ട് അതിന്റെ കൂടെ ഫേസും ആളുകളിലേക്ക് എത്തി എന്നുള്ളത്. അമർ അക്ബർ ആന്റണി, ഇപ്പൊ വികൃതി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനുണ്ട്. അപ്പൊ ആ സിനിമ എന്നിലേക്ക് വരുമ്പോ എനിക്ക് കാര്യമായിട്ട് ഒരുപാട് അഭിനയിച്ച് അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ അതിന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു സുരാജേന്റെ കഥാപാത്രം ശരിക്കും ഇന്നസെന്റ് ആണ് എന്ന് കാണിക്കുന്നത് എന്റെ ഒരു ക്യാരക്ടറിന്റെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്കത് ഓക്കെ ആയിരുന്നു. അതിലും സുരഭി ചേച്ചി ഉണ്ടായിരുന്നു. സുരഭി ഇതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് സിനിമകൾ കിട്ടുന്നു മനസ്സിലായല്ലോ. അപ്പൊ സുരഭി ചേച്ചി ചെയ്യാൻ എനിക്ക് ഓക്കെ ആണെന്നുണ്ട്. അങ്ങനെയാണ് ആ സിനിമയൊക്കെ എന്നിലേക്ക് വരുന്നത്. പത്മയൊക്കെ അങ്ങനെ വന്ന സിനിമയാണ്. അപ്പം എന്തുകൊണ്ടോ ഭാഗ്യവശാൽ ചില സാധനങ്ങൾ വൈറലാവുന്നത് കൊണ്ട് എയറിലാവുന്നത് കൊണ്ട് പിടിച്ചു നിന്ന ഒരു നായികയാണ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് ചില സമയത്ത് പോസിറ്റീവായിട്ട് മാറാറുണ്ട്, നെഗറ്റീവായിട്ടും. ഇപ്പം നമ്മളെ പരിഗണിക്കേണ്ട അടുത്ത് പരിഗണിക്കാതെ പോകുന്നതും കാണാറുണ്ട്, പരിഗണിക്കപ്പെടുന്നതും കാണുന്നുണ്ട്. അപ്പോ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്നെ സംബന്ധിച്ച് വർക്ക് വേറെ ഒരു കാര്യം തന്നെയാണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത്, പ്രൊഫഷനിൽ ഇപ്പം എൻ്റെ ഒരു 10 വർഷമായിട്ടുള്ള സുഹൃത്ത് ഒരു സിനിമ ചെയ്തതിൽ എന്നെ കാസ്റ്റ് ചെയ്തില്ല എന്നൊന്നും അങ്ങനത്തെ പരാതികളും പരിഭവങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഓക്കെ ആണ്, ഞാൻ ആപ്റ്റ് ആണ്, അതുകൊണ്ട് എന്നെ കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ അത് അവർ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഇപ്പം ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ കുറച്ച് ബോൾഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ മോഡേൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ അതിൽ ഫിറ്റിനാവും. അതും പൊതുവേ നമ്മൾ ആളുകൾ പറയുമ്പോൾ നമുക്കറിയാലോ. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ സുഹൃത്തായതുകൊണ്ട് എന്നെ ഒരാളതിൽ കാസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ പറയാം വേണ്ട, അത്ര എഫേർട്ട് നിങ്ങൾ എടുക്കണ്ട. അതേപോലെ പ്രൊഫഷൻ ഇസ് ഡിഫറെന്റ്, ഫ്രണ്ട്ഷിപ്പ് ഡിഫറെന്റ് ആണ്. പിന്നെ സുഹൃത്തുക്കൾ സിനിമയിൽ വളരെ കുറവാണ് എനിക്ക്. സുരഭി ചേച്ചി അങ്ങനെ 1-2 പേരൊക്കെ ഉള്ളൂ. ഞാൻ മാക്സിമം സുഹൃത്തുക്കൾ ഉണ്ടാക്കാറില്ല. സിനിമയിൽ നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സുരഭി ചേച്ചിക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വന്ന് പെട്ട ഒരാളാണ്. അപ്പൊ ഷൈനൊക്കെ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ആത്മാർത്ഥ സുഹൃത്താണോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇന്ന് കണ്ടാൽ ചിലപ്പോ ഇപ്പൊ ഇന്ദ്രേട്ടൻ എനിക്ക് പരിചയമുണ്ട്, സുഹൃത്താണോ എന്ന് വെച്ചാൽ അതെ. പക്ഷെ ഞങ്ങൾ പിന്നെ അമർ അക്ബർ ആന്റണി ചെയ്തതിനു ശേഷം പിന്നെ കാണുന്നത് ഈ സെറ്റിലാണ്.
പരിചയമുണ്ടോ? യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സിനിമ, നമ്മുടെ ഒരു കൂട്ടായ്മ പോലെയാണ് ഈ ഒരു സിനിമ. അപ്പൊ ഈ കൂട്ടായിട്ടിന് എങ്ങനെ? ഞങ്ങള് സത്യം പറഞ്ഞാൽ പത്മ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് സംസാരിച്ചതും കുറവായിരിക്കും അല്ലേ. പക്ഷെ ഇവർ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ബേസിക്കലി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. അതിപ്പം മുമ്പത്തെ ഇന്റർവ്യൂവിലും ഞാൻ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിലെ സീനുകൾ ഇച്ചിരി ബോൾഡ് സീനൊക്കെ ഉണ്ട്. അപ്പം ചില പോയിന്റിൽ ഞാൻ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുകയും ചില കാര്യങ്ങൾ കുഴപ്പമില്ല ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയും അതിനുള്ളൊരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ, അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുമുണ്ട്. നിങ്ങൾ കംഫർട്ട് ആയാലേ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. അത് മാത്രമല്ല വെച്ചാൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ ഒരു നോർമൽ ആർട്ടിസ്റ്റ് വന്ന് അത് ചെയ്തു പോകുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാർ എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമേ കുറെ കൺസിഡറേഷൻസ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളൂ. അപ്പം അതൊരു സാധാരണ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ, പ്രത്യേകിച്ച് ഫീമെയിൽ ആയതുകൊണ്ട് അവർ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കി ഒരു ടീം, നോട്ട് ജസ്റ്റ് എ പേഴ്സൺ, റൈറ്റർ ആണെങ്കിലും ബാക്കി ക്യാമറാമാൻ എല്ലാവരും ആസ് എ ടീം അവർ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സിനിമ. അപ്പൊ അതിന്റെ ഒരു അൻപോ ഒരു സ്നേഹം ഈ സിനിമയോട് എനിക്കുണ്ട്. ഇത് വിജയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. പിന്നെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വളരെ സമാധാനപ്രേമിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ അറിയില്ല. നല്ലൊരാളാണെന്ന് എനിക്ക് തോന്നിയില്ലേ? അല്ല, അങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഡയറക്ടറെ പറ്റി പറയാനുള്ളത്? ഡയറക്ടറിനെ കുറിച്ച് പറയാൻ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. പക്ഷെ അവിടെ ആ സെറ്റിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ എന്നെ കാണുന്നതും. പിന്നെ ഈ ഓരോ ഷോട്ട് കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്ര നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അന്നേരം ഫസ്റ്റ് ഷോട്ട് ഓരോന്ന് കഴിയുമ്പം ഞാൻ സാറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ സാറിൻ്റെ മുഖത്ത് അത് കാണുമ്പോൾ വരുന്ന ആ എക്സ്പ്രഷൻ, അത് കാണുമ്പോൾ ഞാൻ വെച്ചേ ലാസ്റ്റ് ഒരു ചിരിയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സമാധാനം, ഓക്കെയാണ് ഷോട്ട് എന്നുള്ളത്. അപ്പൊ എല്ലാ എക്സ്പ്രഷനും ഞാൻ ആ സ്ക്രീനിൽ കാണണ്ട, സാറിന്റെ മുഖത്ത് നോക്കിയാൽ മതി, എല്ലാം കാണും അതിൻ്റെ അകത്ത്. ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന സിനിമയിൽ വീണ്ടും ഒരു തിരിച്ചറിവൊക്കെ നടത്തുന്ന ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള നിൽക്കുന്ന ആൾക്കാരെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ ഒക്കെ അടിയിലാണെങ്കിലും ഉപ്പുമുളക് എന്ന് പറയുന്ന ഒരു സീരിയലിലെ അച്ഛനെയും പിന്നെ അവരെയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് കുറെ അതുകൊണ്ട് സാധാരണ കാണുന്ന ഓഡിയൻസിന് കുറച്ച് വർക്ക് ആവുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു സിനിമ ഉള്ളത്. അപ്പൊ ഈ കാസ്റ്റ് ആൻഡ് ക്രൂ അതെങ്ങനെയാണ്? ഈ ഒരു ഒന്ന് പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കിയൊരു സംഭവം, ഇത് തിരുവനന്തപുരം ബേസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സപ്പോർട്ടിങ് ആക്ടേഴ്സ് കൂടുതലും തിരുവനന്തപുരം ബേസ് ചെയ്ത് അങ്ങനെയാണ് ശ്രമിച്ചത്. ഉപ്പുമുളകിലെ അവരൊക്കെ വന്ന ആ ഒരു രീതിയിലാണ്. അതിന് പിന്നെ പല പരിചയങ്ങളും വഴി, പിന്നെ നമ്മൾ ഈ സ്ഥിരം കണ്ട് ഉള്ള ക്യാരക്ടേഴ്സ് അല്ലാതെ സിനിമയിൽ കുറച്ച് ഫ്രഷ്നെസ് വേണമെന്ന് ചിന്തിച്ച് അങ്ങനെ പല ക്യാരക്ടേഴ്സിനെ അങ്ങനെ പിക്ക് ചെയ്തെടുത്തത് കൃത്യമായിട്ട്. ഓക്കെ. ഈ നമുക്ക് കലാകാരന്മാരായിക്കോട്ടെ പൊതുവെ ആയിക്കോട്ടെ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ നമ്മുടെ ഈ സിനിമ തന്നെ മീഡിയമായിട്ട് തൻ്റെ പൊളിറ്റിക്സ് എന്താണോ അത് പറയാൻ വേണ്ടിയുള്ളൊരു വേദിയാക്കി മാറ്റാറുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ പേഴ്സണലി നെഗറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ നമ്മളെ വേറൊരു രീതിയിൽ ജഡ്ജ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ്, ഇനി സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ രാഷ്ട്രീയം പറയണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയാണ്. അത് ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞാലും ഇല്ലെങ്കിലും അത് കാണാൻ താല്പര്യമുള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. ഒരു സിനിമ എൻ്റെ വിശ്വാസമാണ്, ഒരു സിനിമ ഇപ്പോൾ 100% ആൾക്കാർക്കും വേണ്ടി നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയാണ് എപ്പോഴും സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് തിയേറ്ററിൽ വന്ന് ഒരു പോപ്കോൺ കഴിച്ച് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് കുറച്ച് ചിരിച്ച് കുറച്ച് ചിത്രങ്ങളിലൊക്കെ അടിച്ച് പോകാൻ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ്, അവരെ ടാർഗറ്റ് ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എല്ലാ സിനിമയും ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. മെറീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമുക്ക് നമ്മുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ, അത് മറ്റൊരാൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മെറീൻ എന്ത് ചെയ്യുന്നത്? ഐ ഡോണ്ട് കെയർ. എനിക്ക് അത്രയും എനർജി ഇല്ല അവരെന്താ ആലോചിക്കുന്നത്, അവരുടെ ടോക്സിസിറ്റി എന്ന്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ ആക്ച്വലി ഭയങ്കര ചിലപ്പോൾ ഞാൻ റൂഡായിട്ടായിരിക്കും പറയാം, അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്തും. പിന്നെ അവർ അതിന്റെ മുകളിൽ അത് ഈവൻ റിലേറ്റീവ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ. പിന്നെ കൂടുതൽ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ ട്രൈ ചെയ്യും. എന്നുവെച്ചാൽ ബിക്കോസ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഞാൻ പറയും, പക്ഷെ അത് ചിലപ്പം അത് കുറച്ച് ചിലപ്പോൾ ഹേർട്ടാവും, ചിലപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട ഒന്നും സംസാരിക്കേണ്ട. കാരണം നമ്മൾ ഒരുപാട് സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവും മറ്റുള്ള ആൾക്കാർക്ക്. ഞാൻ അങ്ങനത്തെ ഒരു സാഡിസ്റ്റാണ്, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ നമ്മളായിട്ട് ഒരാൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അവർ പറയുന്ന കാര്യം ഞാൻ തിരിച്ചെടുക്കൂല.
അതിലും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കുക. അപ്പൊ ഇവരെന്താ റിയാക്ട് ചെയ്യാത്തത്? ഇപ്പൊ റിലേഷൻഷിപ്പിലൊക്കെ കണ്ടില്ലേ, ഒരാൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറിന് അത് ഭയങ്കര ട്രിഗർ ആവും. മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേരും അടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങ് കഴിഞ്ഞു. അങ്ങനെയല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഐ ഡോണ്ട് കെയർ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാനൊന്നും എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാം, നിങ്ങളുടെ ഫ്രീഡമാണ്. എന്നെ അത് ബാധിക്കില്ല. പറയാത്തതിനേക്കാളും പ്രശ്നമാണ് പറയാതിരിക്കുന്നത്. എന്താണ് പറയാൻ പോകുന്ന ടെൻഷൻ ഉണ്ടോ? രണ്ടുപേരും ഞാനും വരുംചേട്ടൻ അടി ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരുംചേട്ടൻ മിണ്ടിയില്ല, ഞാൻ താൻ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറയില്ല, ഒരു 2 ചീത്തയെങ്കിലും പറയണമെന്ന് പറയില്ല. അപ്പൊ ആ ഒരു സൈക്കോളജിയാണ് കൂടുതലും പ്രയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ സിനിമ സെറ്റിൽ ആയിക്കോട്ടെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തുറന്നു പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേനും മറ്റുള്ളവരത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരത്തില്ലേ? ഇല്ല, അത് അവർക്ക് പറയാൻ തോന്നാത്തതുകൊണ്ടാന്ന് വിചാരിക്കും. ഓക്കെ. ബേസിക് തിങ് ഇസ്, ഞാൻ ഒരിക്കലും ഇപ്പം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം, അത് എന്റെ ആവശ്യമാണ്, അത് ഞാൻ ചോദിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പം ആ സമയത്ത് വേറൊരാൾക്ക് ദാഹിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അവർക്ക് വേണമെങ്കിൽ അവർ ചോദിക്കണം. ഇനി അവർക്ക് എൻ്റെ അടുത്ത് ഹെൽപ്പ് വേണമെങ്കിൽ അവർ വരട്ടെ, എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അത് വാലിഡ് ആണെങ്കിൽ ഞാൻ ചോദിക്കും. അല്ലാതെ എൻ്റെ കാര്യങ്ങളിൽ ഒരാൾ അഭിപ്രായം പറയുന്നില്ല, എന്നെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ലീസ്റ്റ് ബോധം. ഈ ഒരു ബോൾഡ്നെസ് ചെറുപ്പം തൊട്ടാണോ അതോ സിനിമയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനൊന്നും അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇപ്പൊ എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞാലും ഞാൻ തന്നെ പോയി ചോദിക്കണം. അപ്പൊ എപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചു, ഓക്കെ നീ തന്നെ നിനക്ക് വേണ്ടി സംസാരിച്ചാൽ മതി. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കും. പിന്നെ ഇവിടെ ഈ സെറ്റിലൊന്നും എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവര് തന്നെ കണ്ടറിഞ്ഞ് എന്നെ സഹായിച്ചല്ലേ. ഓക്കെ. അപ്പൊ ഈ സ്വന്തമായിട്ട് വളർത്തിയതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പല ആൾക്കാർ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോ എന്ന് പറയുന്ന 2 കാറ്റഗറി ഉണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്റ്റേജ് കൊടുക്കുമ്പോഴാണ് നമ്മൾ പലതും നമ്മളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നതെന്നാണ് പലരും പറയുന്നത്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം? ഇത് ബേസിക്കലി ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വേറൊരാളെ ഹാം ചെയ്ത് സെൽഫ് ലവ് ചെയ്തിരുന്നു. നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കേണ്ട. എപ്പോഴും എൻ്റെ സറൗണ്ടിങ്സിൽ എൻ്റെ ചുറ്റുപറ്റിയിട്ടുള്ള ആൾക്കാർ എല്ലാവരും വളരെ പീസ്ഫുൾ ആയിട്ട് വെക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം അമ്മ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്തിനാ ബഹളം ഉണ്ടാക്കണേ, ബഹളം കുറയ്ക്കുക അങ്ങനെ പറയും. എനിക്ക് ബഹളം ഭയങ്കര പ്രശ്നമാണ്, വഴക്കുകൾ അടിപിടികൾ ഭയങ്കര പ്രശ്നമാണ്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു ആംബിയൻസിലല്ല വളർന്നത്. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ നിന്ന ആൾക്കാർ, വഴക്കുകൾ വളരെ കുറവാണ്. അപ്പം സെൽഫ് ലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് മറ്റേ പാർലറിൽ പോവുക, ട്രീറ്റ്മെന്റ് ചെയ്യുക, അതല്ല, സമാധാനമായിട്ടിരിക്കുക, എന്നുവെച്ചാൽ പീസ്ഫുൾ ആയിട്ടിരിക്കുക. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടുവന്നത്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള സെൽഫ് ലവ് എൻ്റെ പരിസരം പീസ്ഫുൾ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിലിപ്പോൾ ഞാൻ വേറൊരാളെ ഉപദ്രവിച്ചിട്ടാണ് അത് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഇസ് നോട്ട് റൈറ്റ്. അത് സെൽഫിഷ് എന്ന് പറയുന്ന ഒരു സെൽഫ് ലവ് അല്ല, അത് സെൽഫ് ലവ് അല്ല, അത് സെൽഫിഷ്നെസ്. അപ്പൊ അത് മാക്സിമം ഡ്രാമ ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്കൊരാളെ ഇഷ്ടം അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ഓക്കെ അല്ലെങ്കിൽ അതെന്റെ മുഖത്തുണ്ടാവും, ഇറ്റ് വിൽ ബി ദെയർ. എനിക്കങ്ങനെ ഇഷ്ടം കാണിച്ച് അഭിനയിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സിനിമയിൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നത് ജീവിതത്തിലും കൂടെ ചെയ്താൽ ചിലപ്പോൾ വ്യത്യാസം മനസ്സിലാവില്ല. നല്ല രീതിയല്ലേ. ഓക്കെ. ഇനി പുതിയതായിട്ട് വല്ല പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അതെങ്ങനെയല്ല? റീസെന്റ് ഇല്ല. ഈ ഒരു സിനിമ ഈ ഒരു മൂവിയാണ് ഇപ്പൊ ലാസ്റ്റ് മൂവി ഇതാണ്. റീസെന്റ് ഒരു പ്രോജക്റ്റും വന്നിട്ടില്ല. എങ്ങനെയാണ് അടുത്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണോ? ഇനി അടുത്ത സിനിമ പ്രോജക്റ്റുകൾ പലതും ചർച്ചയിലുണ്ട്. ഏത് ആക്ടർ ആയിട്ടാണോ അതോ ഡയറക്ടർ ആയിട്ടാണോ? ആക്ടിങ്ങിന് വേണ്ടി അങ്ങനെ നോക്കുന്നില്ല, അത് വേണ്ടാന്നും വെക്കുന്നില്ല. അതിനൊരു വഴി വരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആക്ച്വലി ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിടെ. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ തെരി മേരി എന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ സൈഡിലും ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഞാൻ ഡയറക്ടർ വേറെയാണ്, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം പദ്മയിലെ മറ്റേ മാഷിന്റെ കാര്യം തന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അത് നമ്മൾ ചെറുതായിട്ട് ആൾക്കാർക്ക് വേക്കൻസി ഇല്ലാന്നിട്ട് നമ്മൾ വന്ന് ആക്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാണല്ലോ ക്യാരക്ടറിന്റെ കാര്യം. അപ്പോൾ പിന്നീട് അത് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു പ്രതികരണം? വീട്ടുകാരുടെ ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ ആയിക്കോട്ടെ? അല്ല, അത് ആരും പ്രതീക്ഷിച്ചില്ല, അധികം അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്ത കാര്യം. പിന്നെ ഇത് തിയേറ്ററിൽ അത് ഒരു ആവറേജ് ലെവലിലേ പോയുള്ളൂ. പക്ഷെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തന്നിട്ട് എടാ നീയാണോ ഇത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് വന്നു. അത് ഭയങ്കര രസമായിരുന്നു. കാരണം
പിന്നെ ആക്ച്വലി എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഇവള് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ അവള് പറയാം അവളുടെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നടക്കും, എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷെ ഇവള് പറയില്ല ഇങ്ങനെ എൻ്റെ കസിനാണെന്ന് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവർ പറയുന്നത് അറിയില്ലല്ലോ. പക്ഷേ ഈ ഫ്രണ്ട്സിനിടയിലൊക്കെ ഈ സാധനം ഉണ്ട്, ഇതിങ്ങനെ ഓടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മളറിയാത്ത കുറേ പേരിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് ഇപ്പം ഭയങ്കര വലുതായിട്ടൊന്നും അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും. ഇനി ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമുക്ക് ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവില്ലേ, ഇത് ഞാൻ ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ മനസ്സിലായി? യക്ഷി. ആ യക്ഷി എന്ന് പറയുമ്പോൾ അല്ല, യക്ഷി എന്ന് പറയുമ്പോൾ ആ കണ്ണും എനിക്ക് യക്ഷിയാണ്, എനിക്കറിയാൻ പാടില്ല എന്ത് ഇതാണെന്ന്. എനിക്ക് യക്ഷിയായിട്ട് അഭിനയിക്കണമെന്നുണ്ട്. അതെനിക്കറിയാമല്ലോ എന്ത് ക്രേസ് ആണെന്ന്. വഴിയുണ്ടാവും. അതെ അതെ, ആവട്ടെ. അതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ. എങ്ങനെ വേണമെങ്കിലും. പക്ഷെ എനിക്കൊരു ഹൊറർ പടം ചെയ്യണം, ഹൊറർ ഞാനാണെന്നുള്ള രീതി ചെയ്താൽ മതി. മറ്റേ നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള വെള്ളസാരി അങ്ങനത്തെ സെറ്റപ്പ് ആണോ അതോ പുതിയ വെള്ളസാരി ഞാൻ ആവശ്യത്തിന് ഉടുത്ത് വയസ്സെത്രയില് ഫുൾ വെള്ളസാരി ആയിരുന്നു. എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. വെള്ളസാരി ആണെങ്കിലും ഈ ജാനകി കുട്ടിയിലൊക്കെ ഉള്ള പോലത്തെ യക്ഷിയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ കോൺസെപ്റ്റ് വേണേ അങ്ങനെ ആവാം. ചുടല യക്ഷി അവിടെ അങ്ങനെ നൈസായിട്ടൊന്നും സംസാരിച്ച് നോക്കാൻ പാടില്ലായിരുന്നു ഡയറക്ടറിന്റെ അടുത്ത്. പ്രത്യേകിച്ച് ഇവർക്ക് സമയമൊന്നും എടുക്കേണ്ടി വരില്ല, വേഗം ക്യാമറ അങ്ങ് വെക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ വരുന്ന 22-ാം തീയതി സിനിമ വരുവാണ്. കുറേ സിനിമകളുടെ ഇടയിലാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പം ഓഡിയൻസ് നമ്മൾ ഭയങ്കര ചൂസി ആയിട്ട് സിനിമ കാണുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ ലാംഗ്വേജിലെ സിനിമ വരുമ്പോൾ പോലും നമ്മൾ വിമർശനങ്ങളാണ് ഇപ്പം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തി ഒരു സിനിമ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. എന്നാൽ ചില സിനിമകൾ OTT വരുമ്പോൾ ഭയങ്കര ഹിറ്റായി മാറുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? അത് ഒന്നാമത്തെ കാര്യം, ഇതൊരു മോശം പടമാവില്ലെന്ന് 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഗംഭീരമാണെന്ന് ഞാനല്ല പറയേണ്ടത്, അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകരാണ് പറയേണ്ടത്. പക്ഷേ സിനിമയിൽ അത്യാവശ്യം ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ത്രില്ലർ മൂഡിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ട്. പല പല ഏരിയകളിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ത്രില്ലടിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇന്ദ്രജിത്ത് എന്നൊരു ആക്ടറിൻ്റെ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ, സോളോ ഹീറോ എന്നുള്ള രീതിയിൽ കുറച്ച് നാളായി സിനിമകൾ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളിയുടെ ഒരു സാധാരണക്കാരനായ ക്യാരക്ടറാണെങ്കിലും ഒരു ഹീറോയുടേതായ പല പരിവേഷണം ഉണ്ട് ഇതിൽ. അപ്പോൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ദ്രജിത്ത് എന്നുള്ള ആക്ടറെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയും നല്ല കഴിവുള്ള നടനാണ്, പക്ഷേ മലയാള സിനിമ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നൊരു ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു മറുപടി ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് സംഭവിക്കട്ടെ. അപ്പോൾ മലയാളത്തിൽ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറിന്റെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിയദർശൻ സാറ് ഇങ്ങനെ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പം തന്ന അഡ്വൈസ് എന്തായിരുന്നു? അഡ്വൈസ് ആയിട്ട് അങ്ങനെ തരില്ല. ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞു, നല്ല കാര്യം, ഇത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ആ ഒരു രീതിയിലാണ് പുള്ളി. ഞാൻ റിലീസ് കാര്യം പറഞ്ഞപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞത് എൻ്റെ കൂടെ എല്ലാവരും നന്നായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങളൊക്കെ വലുതായി വന്നാലല്ലേ എനിക്ക് പറയാമല്ലോ എൻ്റെ ശിഷ്യനാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല സപ്പോർട്ടാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന്. നന്നായി വരണമെന്നുള്ളൊരു നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ള സിനിമയെ പറ്റി? കാരണം കുറേ സിനിമകൾ, അതായത് അതും പല പല കാറ്റഗറിയിൽ ജോണേഴ്സിലുള്ള സിനിമകളാണ് ഈ ആഴ്ച വരുന്നത്. അപ്പം അതിലൊരു ത്രില്ലറായിട്ട് നമ്മുടെ സിനിമ വരികയാണ്. അപ്പം ഓഡിയൻസിനോട് എന്താണ് പറയുന്നത്? ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും. കാരണം ത്രില്ലർ കോമഡി ഒരുപാടൊന്നും അങ്ങനെ ഇല്ല ഇപ്പം. പ്രത്യേകിച്ചും കോമഡിയൊക്കെ വളരെ കുറവാണല്ലോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. പിന്നെ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഒരു ബിക്കിനി സീനോ കുളിസീനോ ഒന്നും ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനില്ല. വളരെ ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഞാനാണെന്ന് മനസ്സിലാക്കി എടുക്കണം, കാരണം അതെ ഹെയർ സ്റ്റൈല് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പം ഞാനിപ്പോ പോസ്റ്ററൊക്കെ അയക്കുമ്പോൾ മുകളിൽ ഇവര് മെറീന മൈക്കിൾ എന്ന് എഴുതിയത് ഞാൻ ബബിൾ ചെയ്തിട്ട് താഴെ ഞാൻ എന്നെ തന്നെ വട്ടോട്ട് ആരോ വെച്ചിട്ട് അങ്ങനെയാണ് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്യാരക്ടറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ റിവ്യൂസ് ഒക്കെ അറിയിക്കുക മനസ്സിൽ വെച്ച്. എന്താണ് പറയാനുള്ളത്? എല്ലാരും പോയി സിനിമ കാണണം. നല്ല ഞങ്ങളെയൊക്കെ ഒന്ന് വിജയിപ്പിച്ചെടുക്കണം. സത്യം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ സംരംഭമാണ്. പിന്നെ മെറീന മൈക്ക് പറഞ്ഞ കണക്ക് പുള്ളിക്കാരത്തിന് നല്ല ഒരു നാടൻ ലുക്കാണ് അതിൻ്റെ അകത്തല്ലേ. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നാടൻ ലുക്ക് ചെയ്യണം എന്നൊക്കെ.
അപ്പം ഞങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സിനിമ കാണുക, വൻ വിജയമാക്കി തീർക്കുക. എന്തായാലും സിനിമ സക്സസ് ആയിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.